നന്ദേട്ടനെ കണ്ട് സംസാരിക്കാനാ ഞാൻ ഉറങ്ങാതിരുന്നത്. എന്താ കാര്യം? ഞാൻ നന്ദേട്ടനോട് മുന്നേ പറഞ്ഞില്ലേ ആ അനൂപ് ചതിക്കുംന്ന്, പണവുമായിട്ട് മുങ്ങുംന്ന്. ഇപ്പൊ 40 ലക്ഷം അടിച്ചു മാറ്റിയിട്ട് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് കൈമലർത്തി കാണിക്കുന്നത്. അതിന് അനൂപകം പോയില്ലല്ലോ, കാശും പോയിട്ടില്ല. അത് അർച്ചനയുടെ കയ്യിലുണ്ടെന്ന് പറയുന്നത് നീയും കേട്ടതല്ലേ? ഓ, അപ്പോഴേക്കും നന്ദേട്ടനത് വിശ്വസിക്കുകയും ചെയ്തോ? അതെ, ഞാൻ മാത്രമല്ല, കേട്ടവരെല്ലാം വിശ്വസിച്ചു. എന്താ നിനക്ക് വിശ്വാസം വന്നില്ലേ? ഇല്ല, ചേട്ടന്റെ മുഖം രക്ഷിക്കാനാ അവൾ അങ്ങനെ ഒരു കള്ളം പറഞ്ഞ്. അല്ലാതെ അവളുടെ കയ്യിലൊരു നയാ പൈസ കാണില്ല. ഒന്നുകിൽ ഏട്ടൻ മുക്കിയ പൈസ അവള് സച്ചിയെ കൊണ്ട് വെപ്പിക്കും, അല്ലെങ്കിൽ അതേ പണം അനൂപിനെ കൊണ്ട് തന്നെ തിരിച്ചു വെപ്പിക്കും. ഇതിപ്പോ ആരും അറിയില്ലെന്നാ അനൂപ് കരുതിയത്. എല്ലാരും അറിഞ്ഞപ്പോ മുഖം രക്ഷിക്കാൻ അനിയത്തെ കൂട്ടുപിടിച്ചു, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ നന്ദേട്ടാ, കള്ളക്കൂട്ടങ്ങളാ, വിശ്വസിക്കാൻ കൊള്ളില്ല. ഇത്രയും വർഷം നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഒരു വർഷമെങ്കിലും മുടങ്ങിയിട്ടുണ്ടോ? എന്നാ ഇന്നതുണ്ടായി. ആര് കാരണം? ആ അനൂപ് എന്ന് പറയുന്നവൻ കാരണം. നാണക്കേട് നമുക്കും. നല്ല ആൾക്കാരെ ജോലിക്കെടുക്കാതെ ബന്ധവും സ്വന്തവും നോക്കിയാ ദേ ഇങ്ങനെ ഇരിക്കും. ഇന്ന് 40 ആണെങ്കിൽ നാളെ 50, മറ്റന്നാ 1 കോടി. ഇന്ന് അച്ഛനാ കോള് വന്നില്ലായിരുന്നെങ്കിലേ നമ്മളാരും ഇത് അറിയ പോലും ഇല്ലായിരുന്നു. ആ പൈസയും കൊണ്ട് അവൻ നാട് വിട്ടേനെ. ഇവിടെ പ്രശ്നമായതൊക്കെ അർച്ചന വിളിച്ച് പറഞ്ഞാണു. അതാ വേറൊന്നും സംഭവിക്കാത്ത. എന്റെ നന്ദേട്ടാ, ഇനിയെങ്കിലും ഞാൻ പറയുന്നതിൽ കാര്യമുണ്ടെന്നൊന്ന് മനസ്സിലാക്ക്. മനസ്സിലാവുന്നുണ്ടാവുന്നില്ലേ? ആദ്യമേ നീ പറഞ്ഞപ്പോ അത് കേൾക്കേണ്ടതായിരുന്നു. അനൂപിന് ജോലി കൊടുത്തത് വലിയ അബദ്ധമായിപ്പോയി. മറ്റ് കമ്പനികളിൽ നിന്ന് വിളിച്ച് ഫണ്ട് എത്തിയില്ലെന്ന് അച്ഛനോട് വിളിച്ചു പറയുന്ന സാഹചര്യം വരെ എത്തി. ആ പണം ശരിക്കും അനൂപ് എടുത്താവൂല്ലേ? സംശയമുണ്ടോ? ഇത് അനൂപും അർച്ചനയും ചേർന്ന് നടത്തുന്ന കളി തന്നെയാ. ആദ്യത്തേത് പാളിപ്പോയ സ്ഥിതിക്ക് ഇനി വലിയ എമൗണ്ടിലേക്കായിരിക്കും നോട്ടം. ബാങ്കിലേക്ക് പണം കൊണ്ടുപോകുന്ന വഴിയിൽ കുറെ ആൾക്കാർ വന്ന് പണം തട്ടിയെടുത്തുന്ന് ചെറിയൊരു കള്ളം പറഞ്ഞാ പോരെ? നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അച്ഛനാണെങ്കിൽ അതൊക്കെ കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്യും. നാളെ അർച്ചന പണം അടയ്ക്കെന്നല്ലേ പറഞ്ഞത്? നോക്കട്ടെ എന്താവോന്ന്. എന്താവാൻ? അവന്റെ കയ്യിൽ ഉണ്ടെങ്കിലല്ലേ അവൻ അടയ്ക്കൂ. നന്ദേട്ടൻ നോക്കിക്കോ, നാളെ രാവിലെ അനൂപ് അർച്ചന എന്തെങ്കിലും കള്ളക്കഥയായിട്ട് വരും. അത് വിശ്വസിച്ച് ഈ 40 ലക്ഷം രൂപ എല്ലാരും മറക്കുകയും ചെയ്യും. ഏയ്, ഇതങ്ങനെ വിടാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആ, ഉദ്ദേശിക്കരുത്. മറ്റെന്തെങ്കിലും കള്ളം പറയുമ്പോ തന്നെ രണ്ടിനെയും പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. അതാ വേണ്ടത്. അതെ, അത് തന്നെയാ വേണ്ടത്. നമ്മളെ ചതിച്ചത് ആരായാലും അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ലല്ലോ. നമ്മളെ നോക്കി ചിരിച്ചിട്ട് മാറി നിന്ന് കുറ്റം പറയുന്നവരേറെ. നമ്മളത് മനസ്സിലാക്കുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞിട്ടും മനസ്സിലാവാത്ത കാര്യം ഇപ്പൊ അനുഭവത്തിലൂടെ നന്ദേട്ടന് മനസ്സിലായല്ലോ. അത് മതി. നീ ചിന്തിച്ചതുപോലെ എനിക്ക് ചിന്തിക്കാനും അനൂപിനെയും അർച്ചനയും ഒന്ന് മനസ്സിലാക്കാൻ പറ്റാതെ പോയതും വലിയ അബദ്ധമായിപ്പോയി. നാളെ എന്തായാലും എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാവുമല്ലോ. അർച്ചന പറഞ്ഞതിൽ എന്തെങ്കിലും കള്ളമോ വ്യത്യാസമോ വന്നാൽ ഇതുവരെ കാണാത്ത നന്ദനയാവും നാളെ അർച്ചനയും അനൂപും കാണാൻ പോകുന്നത്. എന്തായാലും നാളെ നേരം വിളിക്കട്ടെ. ഇപ്പൊ പറഞ്ഞതൊക്കെ ഏറ്റു. നന്ദന്റെ മനസ്സിൽ അനൂപിനെയും അർച്ചനയും കുറിച്ച് ചെറിയൊരു ഇഷ്ടക്കേടുണ്ട്. അതിനെ വേണം ഇനി വലുതാക്കാൻ. ഞാൻ ഇട്ടുകൊടുത്ത കനലുകൾ ആളിപ്പടരണം. കാട്ടുതീ പോലെ വേഗത്തിൽ ആളിക്കത്തുകയും വേണം. നന്ദനിൽ ഞാനുണ്ടാക്കിയ വിശ്വാസം കൈത്തണ്ടയിൽ വെച്ചുകൊണ്ട് അവന്തിക ചിലത് ചെയ്യുന്നുണ്ട്. നന്ദ, നിന്നെ ഉൾപ്പെടെ എൻ്റെ വരുതിക്ക് ഞാൻ കൊണ്ടുവരും.
നോക്കിക്കോ. എന്നെ നിന്റെ വരുതിക്ക് കൊണ്ടുവരാമെന്നാണോ അവന്തിക നീ കരുതിയിരിക്കുന്നത്? അതിനെ ഞാൻ സേതുമാധവന്റെ മോന, നീ വിനയചന്ദ്രൻ്റെ. നാളെ ശരിക്കും നിനക്ക് മനസ്സിലാവും നന്ദനും അർച്ചനയൊക്കെ ആരാണെന്ന്. നിങ്ങളെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. അപ്പോഴേക്കും ഞാൻ പണം എത്തിക്കാം. ഏയ്, എനിക്ക് വരാൻ പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യാം, എന്റെ വൈഫിനെ പറഞ്ഞുവിടാം. ആ, ആളെ അറിയില്ലേ? അവന്തിക. അതെ അതെ, പിടിക്കുക. ഞാൻ അവളോടൊന്ന് ചോദിച്ചോട്ടെ, ഇല്ലെങ്കിൽ ഞാൻ തന്നെ വരാം. ഓക്കെ ഓക്കെ, ബൈ ബൈ. നിന്റെ കാര്യം ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ. എന്നെ എവിടെ പറഞ്ഞു വിടുന്ന കാര്യം ഇപ്പൊ പറഞ്ഞത്? പറയാം. ദാ, ഇത് 40 ലക്ഷം രൂപയുണ്ട്. ഇത് 3-4 ഇടങ്ങളിലായിട്ട് കൊടുക്കണം. ഞാനോ? അതെ. അവന്തിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പോവാ. ഏയ്, എനിക്കെന്ത് ബുദ്ധിമുട്ട്? അപ്പോ അർച്ചനയുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ പൈസയോ? അത് ഞാൻ വാങ്ങിച്ചെടുത്തോളാം. രാവിലെ മുതൽ ഓരോരുത്തരായി വിളിച്ചു തുടങ്ങി. ഇനി അച്ഛന് കോള് വരുന്നതിന് മുമ്പ് ഈ ക്യാഷ് എത്തേണ്ടടുത്ത് എത്തിക്കണം. അതാ നല്ലത്. അർച്ചനയുടെ കയ്യിൽ ഇല്ലാത്ത പൈസയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നേക്കാൾ നല്ലത് ഇത് തന്നെയാ. താനേ ആദ്യം ഇതിൽ നിന്ന് ഒരു 5 ലക്ഷം രൂപ എടുത്ത് ഓർഫണേജ് കൊടുക്കണം. അവിടെയാണ് ആദ്യം എത്തിക്കേണ്ടത്. കഴിഞ്ഞ മാസം എന്തോ പ്രശ്നം കൊണ്ട് ഫണ്ട് എത്തിയില്ലെന്ന് മദർ വിളിച്ചു പറഞ്ഞായിരുന്നു. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞോളാം, തന്നെ വിളിച്ചാ മതി. ശരി നന്ദേട്ടാ. സൂക്ഷിച്ചു കൊണ്ടുപോണേ, സൂക്ഷിച്ച്. പിന്നെ താങ്ക്സ് നന്ദേട്ടാ. എന്തിന്? എന്നെ വിശ്വസിച്ചതിന്. ഇപ്പോഴെങ്കിലും നന്ദേട്ടന് അവന്തിക എന്ന ഭാര്യ മനസ്സിലായല്ലോ. നീ ഇതാദ്യം കൊണ്ടുകൊടുത്തിട്ട് വാ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. പിന്നെ അനാഥാലയത്തിന് 5 ലക്ഷം. അനാഥ പിള്ളേർക്ക് എന്താ ഇത്ര ചെലവ്? ആ 5 ലക്ഷം എനിക്കാ. അതാണ് ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന ജോലിയുടെ കൂലി. താങ്ക്സ്. ഞാൻ താങ്ക്സ് പറഞ്ഞ എന്തിനാന്ന് മനസ്സിലായോ? ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്റെ ഭർത്താവിനെ രക്ഷിച്ചു കൊണ്ടുവന്നതിനായി താങ്ക്സ്. അങ്ങനെ നീ കൊണ്ടുവന്നതുകൊണ്ട് ഞങ്ങൾക്കിപ്പോ പഴയ പോലെ ജീവിക്കാൻ പറ്റുന്നുണ്ട്. നന്ദേട്ടന് എന്നെ വിശ്വാസം വന്നു. കണ്ടില്ലേ എന്നെ പുറത്തു പോകാൻ അനുവദിച്ചത്? ഇനി അനുവാദം വാങ്ങാതെ തന്നെ എനിക്ക് പുറത്തു പോകാൻ വരാം. നീ കരുതേണ്ട വിപരീതവാ ഇപ്പൊ സംഭവിച്ചോണ്ടിരിക്കുന്നത് മുഴുവനും. നന്ദേട്ടനിട്ട് എന്നെ കഷ്ടപ്പെടുത്താന്ന് നീ കരുതിയല്ലേ? എന്തു വന്നാലും നേരിടാനുള്ള ചങ്കുറപ്പോടെ തന്നെ അവന്തിക ജീവിച്ചതും ജീവിക്കുന്നതും. ഒന്നുമില്ലെങ്കിലും നിന്നേക്കാ കൂടുതലോണം ഈ വീട്ടിലിരുന്നുണ്ടവളല്ലേ ഞാൻ. അതുകൊണ്ട് പോരിനിറങ്ങുമ്പോ ആളും തരവും നോക്കി വേണം ഇറങ്ങാൻ. അവന്തിക പണമായിട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ കണ്ടിരുന്നു. നന്ദേട്ടൻ തന്നെ വിശ്വസിച്ചു എന്നൊക്കെ പറഞ്ഞ് സ്ഥിരമുള്ള കുറെ ഡയലോഗും പറഞ്ഞു. എന്നാൽ ഇനി താമസിക്കണ്ട, വിളിക്കേ.
നിങ്ങൾ എവിടെയാ? ഞാൻ ചോദിച്ചതിന് ടീന ഇതുവരെ ഉത്തരം പറഞ്ഞില്ല. മനസ്സിലാകാത്തതുകൊണ്ടാണെങ്കിൽ ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കാം. അവന്തിക ഓഫീസിൽ ശരിയായ സമയത്ത് ശരിയായി തന്നെയാണോ ജോലി ചെയ്തിരുന്നത്? അറിയാവുന്നത് പറഞ്ഞാൽ ടീനയ്ക്ക് വീട്ടിൽ പോവാം. അല്ലെങ്കിൽ പോകാൻ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാവും. ടീന, നീ ഇനി എല്ലാം മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഇന്നത്തോടെ എല്ലാത്തിനും പരിഹാരം ഉണ്ടാവുന്ന ദിവസം. നീ പറയാതിരുന്നാലും നിന്നെ രക്ഷിക്കാൻ ഇനി അവധികർത്തിക്കാവില്ല. അതുകൊണ്ട് നിനക്കറിയാവുന്നൊക്കെ നീ അച്ഛനോട് പറയും. ഞങ്ങൾക്കൊക്കെ അറിയാം ടീനയുടെ വീട്ടിലെ അവസ്ഥ കാരണമാണ് അവന്തികയ്ക്കൊപ്പം നിന്നതെന്നും അവൾ പറഞ്ഞതൊക്കെ അനുസരിച്ചതെന്നും. ടീനയ്ക്ക് ഇതുകൊണ്ട് യാതൊരു കുഴപ്പവും വരാതെ ഞങ്ങൾ നോക്കിക്കോളാം. ടീന ധൈര്യമായിട്ട് പറഞ്ഞേ, അവന്തിക ഓഫീസിൽ നിന്ന് ഏതൊക്കെ രീതിയിലാണ് പണം തട്ടിയത്? പറയാം സർ, എനിക്കറിയാവുന്നതെല്ലാം ഞാൻ പറയാം. അതിനു മുൻപ് നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. സാറിപ്പ പറഞ്ഞ പോലെ എന്റെ ജീവിത സാഹചര്യം കൊണ്ടാ അവന്തിക മാഡം പറഞ്ഞപ്പോ ഞാൻ മതി. കുടുംബക്കാരെയൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം ഞാൻ ചോദിച്ചതിന്റെ മറുപടി, അത് കഴിഞ്ഞിട്ടാവാം ബാക്കി സംസാരം. അവന്തിക മാഡം ഓഫീസിൽ നിന്ന് ധാരാളം തിരിമറികൾ നടത്തിയിട്ടുണ്ട് സർ. അതിൽ കുറച്ചൊക്കെ എനിക്കറിയാം. 3 മാസം കൂടുമ്പോ കമ്പനി പതിവായി കൊടുക്കാറുള്ള ഓർഫനേജുകളിലേക്കുള്ള ഡൊണേഷൻ പോലും പകുതി മാത്രമേ ഇപ്പൊ കൊടുക്കുന്നുള്ളൂ. സ്കൂള് തുറന്നപ്പോ അനാഥരായ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഫണ്ട് പോലും ഇതുവരെ കൊടുത്തിട്ടില്ല. ഞാൻ ചോദിച്ചപ്പോ ആ ഫണ്ട് മാഡത്തിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാ എന്നോട് പറഞ്ഞത്. അങ്ങനെ മന്ത്ലിയുള്ള കുറേ പേയ്മെന്റ്സ് പെൻഡിംഗ് ആണ് സർ. മാഡത്തിന് പൈസയ്ക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് മാഡം തന്നെ എടുത്തു മറിക്കുകയാണ്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞാൽ പോലും കേൾക്കില്ല. എന്നോട് ദേഷ്യപ്പെടും. ജോലിയിൽ നിന്നും പിരിച്ചുവിടുമെന്നും ഇതെല്ലാം എന്റെ തലയെ കെട്ടിവെക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. അപ്പോ ഓർഫനേജിൽ നിന്നും മറ്റ് സ്ഥലത്ത് നിന്നൊക്കെ ഫണ്ടെത്താത്തതിന് അവർ വിളിച്ച് ചോദിക്കത്തില്ലേ? അപ്പൊ എന്തു പറയും? കമ്പനി നഷ്ടത്തിലാണെന്നും കമ്പനിക്ക് ഫണ്ട് ഇഷ്യൂസ് ഉണ്ടെന്നും അതാണ് പേയ്മെന്റ്സ് ലേറ്റ് ആകുന്നതെന്നും അവരോട് കള്ളം പറയും. സേതു സാറിനെ വിളിക്കരുതെന്നും സാറിന് വിഷമമുണ്ടാകുമെന്നും പറഞ്ഞ്
സാറിനെ വിളിക്കാനും മാഡം സമ്മതിക്കില്ല. ടീനെ പോലെ ഏട്ടത്തെ സഹായിക്കുന്ന മറ്റാരെങ്കിലും നമ്മുടെ ഓഫീസിൽ വേറെ ഉണ്ടോ? എനിക്കറിയില്ല സർ. എത്ര നാളോട്ടാ ഏട്ടത്തി ഇത് ചെയ്യുന്നത്? ഞാൻ വന്നപ്പോഴേ ഉണ്ട്. അങ്ങനെ ഞാൻ ചോദ്യം ചെയ്തപ്പോഴാ കുറെ പണത്തിന്റെ അത്യാവശ്യം ഉണ്ടെന്നും അതുകൊണ്ടാ ഇങ്ങനെ ചെയ്യുന്നതെന്നും എന്നോട് പറഞ്ഞു. ഹലോ. ഹലോ മാഡം. മാഡം പറഞ്ഞ പോലെ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. മാഡം ഇനി ഞങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? വേണ്ട, ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. ശരി മാഡം. ശരി. അനഘേ, അവന്തികയെ വിളിച്ച് വേഗം വരാൻ പറയും. ഇതെന്താ എല്ലാവരുടെയും മുഖം ഇങ്ങനെ ഇരിക്കുന്നേ? എന്താ എനിക്ക് എന്താ നന്ദേട്ടാ, എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. നീ പോയ കാര്യം എന്തായി? നന്ദേട്ടൻ പറഞ്ഞിടത്തെല്ലാം ഞാൻ ഫണ്ട് എത്തിച്ചിട്ടുണ്ട്. ആഹാ. നേരിട്ട് കൊടുക്കാൻ പറ്റുന്നിടത്തെല്ലാം നേരിട്ട് കൊടുത്തു. ബാക്കിയെല്ലാം ഞാൻ ബാങ്ക് വഴി ട്രാൻസ്ഫറും ചെയ്തു. ഓർഫനേജിൽ പണം കൊണ്ട് കൊടുത്തപ്പോ അവരുടെ സന്തോഷം കാണണമായിരുന്നു. ആരോരും ഇല്ലാത്ത മക്കൾക്ക് തുണയാവുന്നതുകൊണ്ട് ദൈവം ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്തു. ദൈവം ഞങ്ങൾക്ക് തരുന്നതിൽ ഒരു പങ്ക് നിങ്ങൾക്കും തരുന്നു ഞാനും പറഞ്ഞു. ഞാൻ ഇറങ്ങാൻ സമയത്ത് അവിടുത്തെ മക്കൾ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ കരച്ചിൽ മനസ്സിൽ നിന്ന് പോകുന്നില്ല. അച്ഛനും അമ്മയും ഇല്ലാത്തതുകൊണ്ടാവും ആ വിഷമം എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. ഇനി എന്റെ പ്രാർത്ഥനയിൽ അവരും ഉണ്ടാവും. അവരെ എല്ലാവരെയും രക്ഷപ്പെടുത്തുന്ന വാക്കും കൊടുത്തിട്ടാ ഞാൻ വന്നേ. നീ ഒന്ന് നിന്നേ.